യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ അവന്റെ സ്വന്തം സഹോദരനിൽ നിന്ന് ഓടുന്ന ദിനമാണ്. വഉമ്മിഹി വഅബീ, ജന്മം നൽകിയ പ്രിയപ്പെട്ട വാപ്പാ ഉമ്മ പറഞ്ഞിട്ട് കാര്യമില്ല, ഓടുകയാണ്. സ്വന്തം സഹോദരനിൽ നിന്ന് ഓടി ഒളിക്കുന്ന ദിനമാണ്. സ്വന്തം ഉപ്പയിൽ നിന്ന് ഓടുന്ന ദിനമാണ്. സ്വന്തം ഉമ്മയിൽ നിന്ന് ഓടുന്ന ദിനമാ. ഒരാളെ പോലും അന്ന് തിരിഞ്ഞു നോക്കുകയില്ല. വസാഹിബതിഹി, കൂടെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവാകാം, പ്രിയപ്പെട്ട ഭാര്യയാകാം, ഒരാളെ പോലും അന്നത്തെ ദിവസം തിരിഞ്ഞു നോക്കുകയില്ല. വസാഹിബതിഹി വബനീ, സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളാ, തിരിഞ്ഞു നോക്കൂല എന്ന് വിശുദ്ധ ഖുർആൻ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരനും അന്ന് കൂട്ടുകാരനാക്കാത്ത ദിവസമാണ്. ദുനിയാവിലെ നിനക്ക് സിനിമ കാണിച്ചു തന്നവനാണ്, തിയേറ്ററിൽ കൊണ്ടുപോയവനാണ്, സിനിമാറ്റിക് ഡാൻസുകൾ പരിചയപ്പെടുത്തിയവനാണ്, റിയാലിറ്റി ഷോയ്ക്ക് കൊണ്ടുപോയവനാണ്, നാടക ട്രൂപ്പുകളിലേക്ക് നിന്നെ ചേർത്തവനാണ്, അശ്ലീലമാക്കപ്പെട്ടതായ കള്ളുകൂടി നിന്നിലേക്ക് ചേർത്ത് വെച്ച് കൊണ്ടുവന്നവനാണ്, പരിചയമായി നിന്നെ ജീവിതത്തെ കെട്ടിപ്പണച്ചവനാണ്, മോശപ്പെട്ടതാകുന്ന ഡ്രൈക്കുകൾ കാണാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊണ്ടുപോയിട്ടുണ്ട്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, സൂറന്ന കാഹളത്തിന്റെ ഊത്ത് വരുമ്പോ ഒരു കൂട്ടുകാരനും നിനക്ക് തുണയില്ല. നിന്നെ തെമ്മാടിയാക്കിയ മകനാണ്, നിന്നെ തെമ്മാടിയാക്കിയ കൂട്ടുകാരനാണ്, നിന്നെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചവനാണ്. അവന്റെ സ്വന്തം കയ്യിൽ പൈസ ഇല്ലാതെ വന്നപ്പോ അത് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് പോലും നിനക്ക് സിഗരറ്റ് വാങ്ങി തന്നവനാണ്, നിന്നെ കള്ളുകൂടി പരിചയപ്പെടുത്തിയവനാണ്, നിന്നെ വ്യഭിചാരശാലയിലേക്ക് കൊണ്ടുപോയവനാണ്, നിന്നെ കൊണ്ടുപോയി അടിച്ച് പൊളിപ്പിച്ചവനാണ്, നിന്നെ പാർക്കിലും മാളിലും കൊണ്ടുപോയി കറക്കിയവനാ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി, അന്ന് ഓരോരുത്തർക്കും അവനവന്റെ കാര്യം മാത്രമാണ് നോക്കുക. ലക്കും ലഗാനമില്ലാതെ ഓടുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ഒരാളെ നോക്കൂല, ഭാര്യ നോണ്ട, ഉമ്മയെ വേണ്ട, വാപ്പയെ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, കുടുംബാദികൾ വേണ്ട, അയൽവാസികൾ വേണ്ട, വാപ്പയും ഉമ്മയെക്കാരും ഏറ്റവും കൂടുതൽ ഇവൻ ദുനിയാവിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഇവന്റെ മക്കളെ വേണ്ട, ഇവന്റെ കൂട്ടുകാരെ വേണ്ട, ഒരാളെയും വേണ്ട, എല്ലാവരും ഒഴിവാക്കി. അവന്റെ കാര്യം മാത്രം. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി, ഖുർആൻ പറയാണ്. അന്ന് ഓരോരുത്തർക്കും അവന്റെ കാര്യം. അങ്ങനെ ഒരു കാലഘട്ടം വരാൻ പോകുന്നു, അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നു. 40 വർഷമാണ് ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തെ ഊത്തിൻ്റെയും ഇടയിലുള്ള ദൈർഘ്യത എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വളരെ പഠിക്കണം സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട വിഷയമാണ്. 40 വർഷം 40 സനത്തൻ, 40 കൊല്ലമാണ് ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തെ ഊത്തിൻ്റെയും ഇടയിലുള്ള ദൈർഘ്യത. സാരമല്ല. അതുകൊണ്ടല്ലേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അനുയായികളോട് പറഞ്ഞത്, കൈഫ തുഇമു യാ സ്വഹാബാ വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർനാ വഹവാ ജബഹതു വഅസാസമഹു ഇലൽ അർശ് മതായു ഉമറു ബിൻ നഫഖാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, എങ്ങനെയാണ് എനിക്ക് നല്ലതുപോലെ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക? എനിക്കതിന് സാധിക്കുന്നില്ല സ്വഹാബാ. വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർനാ, സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളുകയാ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളേ. എങ്ങനെയാണ് എനിക്ക് ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനും കുടിക്കാനും സാധിക്കുക സ്വഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വഹവാ ജബഹതഹു
وأصغى سمعه إلى العرش متى يؤمر بالنفخة. അള്ളാഹുവിലേക്കുള്ള വിനയം നിമിത്തമായി നെറ്റിത്തടത്തെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളുകയാണ്. തന്റെ വായിൽ സൂറന്ന കാഹളത്തെ ഘടിപ്പിച്ചുകൊണ്ട് പടച്ചറബിന്റെ കൽപ്പന എപ്പോഴാണ് വരുന്നത് എന്ന് കർണപുടത്തെ സാഗൂതം പടച്ചറബിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കാത്തിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളപ്പോ എങ്ങനെയാണ് എനിക്ക് ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ സാധിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥാവിശേഷം മുന്നിൽ കാണുന്നവർക്ക് എങ്ങനെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാൻ പറ്റും? അതാണ് പ്രവാചകൻ പറഞ്ഞതിൻ്റെ ആകത്തുക. നമ്മളിപ്പോൾ ഈ വാത് പറയുന്ന സമയത്തും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. റബ്ബിൻ്റെ ആജ്ഞ വന്നാൽ മതി, ഊതാൻ പറഞ്ഞാൽ മതി, സെക്കൻഡിൽ ഊതാണ്. അന്ന് ഈ ലോകത്തുണ്ടെന്നത് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി, ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമായിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമു സ്സഅ ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സഅ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് ഒരാളെങ്കിലും ഈ ഭൂമുഖത്ത് പറയുമ്പോ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലയോ മഹാനായ ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ റാത്തീബിൽ കൊണ്ടുവന്ന ദിക്ർ ശ്രദ്ധേയമാണ്, ശ്രദ്ധേയമാണ്. മുഹയ്യദ്ദീൻ റാത്തീബ് ചൊല്ലുന്നവരല്ലയോ നമ്മൾ. ആ റാത്തീബിന്റെ അവസാനമായി ശൈഖ് അവറുകൾ കൊണ്ടുവന്ന ദിക്ർ ഏതാണ്? ദിക്ർ ഏതാ? അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹ് എന്ന കലിമത്തിലാണ്, കലിമത്തിനാ. ലാ തഖൂമു സ്സഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് ഒരാളെങ്കിലും ഈ ലോകത്ത് പറയുമ്പോ ഈ ലോകം അവസാനിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിന് ഉസ്താദ് അപ്പൊ അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഒന്നും നടക്കൂല. അവസാന കാലഘട്ടം എത്തുമ്പോൾ അതിനുള്ള ആളുകളില്ല. മുഅ്മിനീങ്ങളെയൊക്കെ നല്ല ഒരു കാറ്റ്, ശുദ്ധമായ വായു അള്ളാഹു പറഞ്ഞുവിടും. നല്ല ഒരു കാറ്റ്. ആ കാറ്റ് വന്ന് തലോടുന്നതോടുകൂടി വിശ്വാസികളൊക്കെ മരിച്ചു വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മരണമാണ് വിഷയം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഇത് കൊണ്ടുവരുന്നത് ലോകർക്ക് മുഴുവനും മരണമുണ്ട് എന്ന തത്വത്തിലേക്കാണ്. മരിക്കാതെ ഒരാളുമില്ല, എല്ലാവരും മരണത്തിൻ്റെ ഇരയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞു 40 കൊല്ലം കാത്തിരിക്കും ലോകം. അതുവരെ ജനങ്ങളിങ്ങനെ ഓടുകയാണ്, പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏറ്റവും മോശപ്പെട്ടതിന് വിഭാഗമാണ് അന്നുണ്ടാകുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമു സ്സഅ ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത തരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ. ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത തരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു.
പരസ്യമായ രതിക്രീഡകൾ അധികരിക്കുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. പരസ്യമായ ജനങ്ങളിലേക്ക് ഇതാ വ്യഭിചാരം കടന്നു വരുകയാണ്. ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് ആളുകൾ ചുംബനം കൊടുക്കുവാനും ആളുകൾ ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം ചുംബിക്കുവാനും പരസ്പരം വീഴ്ച നടത്തുവാനും തുനിയുന്ന കാലഘട്ടം കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് നമ്മൾ ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാകട്ടെ, ആ പൊതുവാഹനത്തിലൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതായ നേരെ കാഴ്ചയല്ലയോ പരസ്പരം കമിതാക്കൾ ഇരുന്നു കൊണ്ട് ചുംബിക്കുകയാണ്. പാർക്കിലേക്ക് പോയാലും ഗതി ഇത് തന്നെയാണ്, മാളിലേക്ക് പോയാലും ഗതി ഇത് തന്നെയാ. ഒരു മടിയില്ലാതെ രഹസ്യമായിട്ടല്ല, പരസ്യമായി ചുംബനമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് പറഞ്ഞ പദമാണ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. അതിനെ എതിർക്കാൻ ഒരാളുമില്ല, അതിനെ എതിർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. വലാ യുഗയ്യിറുഹു, അതിനെ മാറ്റം വരുത്തൂല്ല. അതൊക്കെ നടന്നോട്ടെ മൂല്യാരെന്തിനാ, നിങ്ങൾക്കെന്താ കുഴപ്പം, അതൊക്കെ നടക്കട്ടെ എന്ന് വാല് പറയുന്ന മൂല്യാരോട് പറയുന്ന ഒരു കാലഘട്ടം. ശരിയായി, നിങ്ങൾക്കെന്താ കുഴപ്പം? അവിടെ അങ്ങനെ നടക്കുന്നതിന് എന്താ കുഴപ്പം? മാളിലോട്ട് പലരും പോകുന്നുണ്ട്, അവിടെ അങ്ങനെ ചുംബിക്കുന്നു, ഇനി നിങ്ങൾക്കെന്താ കുഴപ്പം? അത് നല്ലല്ലേ? കാരണം എന്താ, ഇവനൊക്കെ നല്ലതല്ലേ? ഇവനിത് ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ മൊത്തം എടുക്കും. ബസ്സിലാരെങ്കിലും ചുംബിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിച്ചിന്ന് എടുക്കുക. പിന്നെ 10 ദിവസം കുളിമുറിക്ക് പോയിരിക്കാനുള്ളേ റാഹത്തായി. അവനതാ നിയ്യത്ത്. അങ്ങനെയുള്ളവർക്ക് വിഷയമില്ല, ഈമാനുള്ളവർക്ക് പ്രശ്നമാണ്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. ഒളിച്ചിരുന്നിട്ട് ഇതാ പരിപാടി, പ്രതികരിക്കൂല. ഇപ്പം അതാ പരിപാടി. ബസ്സിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തൊരു പെണ്ണു ഇതെല്ലാം ഉണ്ട്, അതൊക്കെ മൊബൈലും കൊണ്ട് വെച്ചിട്ട് ഹലോ സുലൈമാനല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ഫോണൊക്കെ വിളിച്ചോണ്ടിരിക്കുക. സംഭവം എന്താ? സംഭവം ലൈവ് വീഡിയോ വയ്ക്കൊണ്ടിരിക്കുക, നേരെ റെക്കോർഡ് ചെയ്യുക, മൊത്തം കണ്ടുകൊണ്ടിരിക്കുക. എല്ലാം ചെയ്തിട്ട് പിന്നെ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ അത്ര പാടുപെട്ടെല്ലാം റിസ്ക് ചെയ്തെല്ലാം എടുത്തിട്ട് പിന്നെ 10 ദിവസം കുളിമുറി പോയിരുന്നു നോക്കാൻ കൊള്ളാമല്ലോ. ചെരിഞ്ഞു പോയി, അടുത്ത പ്രാവശ്യം കറക്റ്റായിട്ടിരിക്കണം. 10 പ്രാവശ്യം ചെയ്യുമ്പോൾ അവനൊക്കെ പഠിച്ച്. ഇത് എതിർക്കൂല, എതിർക്കാൻ ഇവനെ കൊണ്ട് കഴിയൂല. ഇതൊക്കെ നടന്നോട്ടെ ശരിയാരെ, എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി ലോകം? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് ഈ ലോകം നശിക്കുക. ഒന്നാമത്തെ ഊത്ത് അള്ളാഹു നൽകുക, രണ്ടാമത്തെ ഊത്ത് അള്ളാഹു നൽകാണ്. ലോകം മുഴുവനും പേടിച്ചുകൊണ്ട് 40 കൊല്ലത്തോളം നിലകൊള്ളുമ്പോഴാണ് രണ്ടാമത്തെ ഊത്ത് കടന്നു വരുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഊത്ത് അള്ളാഹു നൽകും. അതാണ് നമ്മുടെ വിഷയം, നമ്മുടെ വിഷയത. രണ്ടാമത്തെ ഊത്ത് ഏതാണ്? നഫ്ഖത്തു സഅഖാണ്, സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. ലോകം മുഴുവനും ഇല്ലാതാക്കാൻ പോവാണ്. ഒന്നാമത്തെ ഊത്തിലോടൊന്ന് പേടിപ്പിച്ച് നിർത്തി, എല്ലാവരെയും ഒന്ന് വിറപ്പിച്ച് നിർത്തി. കുറച്ച് ദിവസമൊന്നുമല്ല, 40 ദിവസം, 40 വർഷം. ആ 40 വർഷത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. എന്ത്? മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ മക്കളെ വരെ മറന്നുപോകും, ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഓടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ലക്കില്ല നടക്കുക. ഒരു പക്ഷേ ഈ ദുനിയാവിൽ 30 കൊല്ലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ 40 കൊല്ലത്തോളം ടൈം എടുക്കും. ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തെ ഊത്തിനിടയിലും പേടിച്ച് വില കൊള്ളും. അള്ളാഹു നമ്മളെ മോശപ്പെട്ട സമൂഹത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്. രണ്ടാമത്തെ ഊത്തില അല്ലാഹു ദാ പറയുകയാണ്. സൂറത്തു സുമറിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വനുഫിഖ ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-3 ഊത്തിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ പറയുകയാണ്.
സൂറെന്ന കാഹളത്തിൽ വീണ്ടും ഊതപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഊത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള സർവ്വസൃഷ്ടിജാലങ്ങളും മരിക്കുകയാണ്. എല്ലാവരെയും അല്ലാഹു മരിപ്പിക്കുകയാണ്. ആദ്യത്തെ ഊത്തിലൂടെ സർവ്വജനങ്ങളും പേടിച്ചുകൊണ്ട് നിലകൊണ്ടതാണ്. രണ്ടാമത്തെ ഊത്തിലൂടെ ഇതാ സർവ്വ മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഇല്ലാ മാശാ അല്ലാഹ്, ഇല്ലാ മാശാ അല്ലാഹ്, ഇല്ലാ മാശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ, അല്ലാഹു ഉദ്ദേശിച്ച ചില മലായികത്തുകൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒന്നാമത്തെ ഊത്തിലൂടെ തന്നെ അഥവാ രണ്ടാമത്തെ ഊത്തിൻ്റെതായ ആഘാതത്തിൽ തന്നെ മരണപ്പെട്ടു പോകുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ആ ഊത്തിലൂടെ തന്നെ സർവരും മരിക്കും, അല്ലാഹു ഉദ്ദേശിച്ച ചില മലക്കുകൾ ഒഴികെ. അതെന്താ? അവർ മരണത്തെ തേടൂലേ? അവർ മരിക്കൂലേ? അവരും മരിക്കും. പക്ഷെ അവർ ഈ ഊത്തിലൂടെയല്ല, അവരെ അല്ലാഹു ഘട്ടം ഘട്ടമാക്കിയിട്ടാണ് മരിപ്പിക്കുന്നത്. ഒന്ന് മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം, ഉറക്കെ പറയും ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ടാമത്തത് മഹാനായ മീകായിൽ, മൂന്നാമത്തത് മഹാനായ ഇസ്രാഫീൽ, നാലാമത്തത് മഹാനായ അസ്റായീൽ. ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ആ ഊത്തിലൂടെ മരിക്കും. വേറൊരു റിവായത്തിൽ കാണുന്നു ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. മറ്റൊരു റിവായത്തിൽ കാണുന്നു അള്ളാഹുവിൻ്റെ അർശിനെ വലയം ചെയ്യുന്ന മലായിക്കത്തുകൾ ഒഴികെ. എന്നാലും കൂടുതൽ പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് ഈ 4 മലക്കുകളാണ്. ഒന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഊത്തിലൂടെ മരിക്കുകയാണ്. എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും, ഒരാളുമില്ല. ചിന്തിച്ച് നോക്ക്, അള്ളാഹു ഉണ്ട്, ഈ 4 മലക്കുകളുണ്ട്, ബാക്കി ആരുമില്ല. മോമിനിയങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞതാണ്, നല്ലൊരു കാറ്റ് പറഞ്ഞയച്ചിട്ട് മോമിനിയങ്ങൾ ആ കാറ്റ് വരുന്നതോടുകൂടി, ചുഴലിക്കാറ്റൊന്നുമല്ല, ഓക്കി ചുഴലിക്കാറ്റ്, നല്ലൊരു ശുദ്ധമായ കാറ്റ്, ആ കാറ്റ് വന്ന് തലോടുന്നതോടുകൂടി മോമിനിയങ്ങളൊക്കെ മരിക്കും. പിന്നെ ഉണ്ടാവുക ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അവരുടെ കോലവും നമ്മൾ പറഞ്ഞു. അവരുടെ മേലാണ് ഒന്നാമത്തെ ഊത്ത് വരിക. പേടിച്ച് നിലകൊള്ളും 40 കൊല്ലത്തോളം. രണ്ടാമത്തെ ഊത്ത് വരുന്നു, എല്ലാവരും മരിക്കുന്നു. അള്ളാഹുവും ഈ 4 മലക്കൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ബാക്കിയാവും, ബാക്കിയുള്ളവരൊക്കെ മരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുമത്രേ, മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ, മീകായിലേ, നീ മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോ ഫയമൂതു മീകായിൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടുത്ത് വിളിക്കുകയാണ്. ജിബ്രീലിനോട് പറയുകയാണ്, മുത്തിയാ ജബറായീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ, നീ മരിക്കണേ, മരിക്കണേ. ഫയമൂതു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമും മരിക്കുകയാണ്, മരിക്കുകയാണ്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയുമത്രേ, മുത്തയാ ഇസ്രാഫീൽ, അല്ലയോ ഇസ്രാഫീലേ, നീയും മരിക്കണേ, നീയും മരിക്കണേ. ഫയമൂതു ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാമും മരിക്കുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാമും മരിക്കുകയാണ്. അവരെങ്ങനെ ഘട്ടം ഘട്ടമാക്കിയിട്ടാണ് അള്ളാഹു മരിപ്പിക്കുന്നത്, ഊത്തിലൂടെ മരിപ്പിക്കൂല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ ഊത്തൊക്കെ ഊതുന്നത്. ഊതിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴാൻ അദ്ദേഹം ഊത്ത് പകുതിക്കിട്ട് നിർത്തേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തെ ഘട്ടം ഘട്ടമായിട്ട് മരിക്കുക. അതിൽ പല സീക്രറ്റുകളും അസ്റാറുകളും ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഘട്ടം ഘട്ടമായി മരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തി അദ്ദേഹത്തോട് പറയുന്നു, നീ ഇപ്പോൾ മരിക്കണം. ഫയമൂതു ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ മരിപ്പിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആത്മാവിനെ പിടിക്കുകയാണ്. അല്ലാഹു അടുത്ത ഊത്തുതുണ്ടേ, ഊതണം. ഊതാൻ വേണ്ടി നിന്നെ ഞാൻ പിന്നെ പുനർജീവിപ്പിക്കും. നിന്നെയാണ് ആദ്യമായി പുനർജീവിപ്പിക്കുന്നത്. നിന്നോട് ഊതാൻ വേണ്ടി പറയും.
അപ്പോൾ നീ ഊതും. അപ്പോൾ ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലാണ്. ആദ്യമായി ഈ സുറന്ന കാഹളത്തിൻ്റെ മൂന്നാമത്തെ ഊത്ത്, നഫ്ഖത്തുൽ ബഅസ്, മൂന്നാമത്തെ ഊത്ത് ഊതുമ്പോഴത്തേക്കും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആദ്യമായി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനടുക്കിലേക്ക് ചെല്ലുമ്പോൾ സ്വഹാബത്ത് വലിയ ചർച്ചയാണ്. സ്വഹാബത്ത് ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല, അവർ മൂസാ നബിയെ കുറിച്ച് ഇങ്ങനെ വാനോളം പുകഴ്ത്താണ്. മൂസാ നബിക്ക് നല്ല വടിയുണ്ട്, ആ വടി നിലത്തിട്ടാൽ പാമ്പായി മാറും, ആ പാമ്പിൻ്റെ വാലിൽ പിടിച്ചാൽ തിരിച്ച് വടിയായി മാറും. അദ്ദേഹം തൻ്റെ സമുദായത്തെയും കൊണ്ട് പരിശുദ്ധമായ പവിത്രമായ ദീനിൻ്റെ പാത തെളിച്ച വ്യക്തിയാണ്. ധാരാളം മുഅ്ജിസത്തുകൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വലിയ വ്യക്തിത്വമാണ്, വലിയ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് മദ്ഹ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടേക്ക് കടന്നു ചെന്നു. മദ്ഹ് ചൊല്ലൽ പുണ്യമാണല്ലോ, പവിത്രമാണല്ലോ. നമ്മളിപ്പോൾ മഹദിയാകുന്ന, നമ്മളിന്ന് മരണപ്പെട്ടു പോയ ജാറത്തിൽ കിടക്കുന്ന മഹദിവരുടെ പേര് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു റൂസ് കഴിക്കുമ്പോൾ അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ്? അവരുടെയൊക്കെ മദ്ഹും അവരുടെയൊക്കെ പൊരുത്തവും നമുക്ക് കിട്ടണമെന്നുള്ള താല്പര്യമാണ്. അള്ളാഹുവരുടെ മദ്ഹ് പാടിയവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ, മാദിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക് ചെന്നു. സ്വഹാബത്ത് ഉടനെ തന്നെ തരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതഅരിഫൂനി മൻ അന, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. നബി തങ്ങൾ ചോദിച്ചു, അതഅരിഫൂനി മൻ അന, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ മൂസാ നബിയെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും വാചാലരാകുന്നുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് അറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറയുകയാണ്, അന അവ്വലു മൻ യൻശഖുൽ അർദു, അന അവ്വലു മൻ യുഖ്ളാ മിനൽ ഉമമി, അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, അന അവ്വലു മൻ യുഹ്ലിഖു ബാബൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞുകൊണ്ടിരുന്ന അനുയായികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ആരാണെന്നറിയുമോ? അന അവ്വലു മൻ യൻശഖുൽ അർദു. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആദ്യമായ ഖബറിൽ നിന്ന് പുറപ്പെടുന്നത് ഞാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അന അവ്വലു മൻ യുഖ്ളാ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ തന്നെ ആദ്യമായി വിചാരണ കഴിയുന്നത് എന്റേതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വഫീ റിവായത്തിൻ അന അവ്വലു മൻ യുഖ്ളാ മിനൽ ഉമമി, ആദ്യമായിട്ട് എന്റെ സമുദായത്തിന്റെയാണ് വിചാരണ കഴിഞ്ഞു കിടക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അന അവ്വലു മൻ യുഹ്ലിഖു ബാബൽ ജന്ന, സ്വർഗ്ഗത്തിലെ വട്ടക്കണ്ണി ആദ്യമായി പിടിക്കുന്നത് ഞാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിനുള്ളിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് ഞാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വലിയ ഹൗദ്, എനിക്കൊരു ഹൗദുൽ കൗസർ ഉണ്ട്. വലഹു മിസാബാനി ഇലൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ആ ഹൗദിൽ നിന്ന് രണ്ട് അരുവികളുണ്ട്. അഹ്ലാ മിനൽ അസലി വ അബിയദു മിനൽ വരഖി, തേനിനേക്കാൾ മധുരമാണ് സാബ, തേനിനേക്കാൾ മധുരമാണ് സാബ. വെള്ളിയേക്കാൾ വെണ്മയാണ്, വെള്ളിയേക്കാൾ പ്രഭയാണ് അതിനുള്ളെന്ന് ഹബീബായ റസൂലുള്ളാഹി. മൻ ശരിബ മിൻഹാ ലം യദ്മ ബഅദഹാ അബദാ. ആ ഹൗദുൽ കൗസറിൽ നിന്ന് ആരെങ്കിലും അല്പമൊന്ന് കുടിച്ചാൽ, ഒരു കവിൾത്തടം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവന് ദാഹമുണ്ടാവൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അതിൽ നിന്ന് പാനം ചെയ്യാ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. പവിത്രമായ ശഅബാനിന്റെ രാവിൽ നിന്റെ ദർബാറിലേക്ക് മഹദിയുടെ ചാരത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് ദുആ ചെയ്യുകയാണ് അല്ലാ. ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് നൽകണേ
നൽകണേ അല്ലാ. തേനിനേക്കാൾ മധുരമുള്ള, വെള്ളിയേക്കാൾ പ്രഭയുള്ള പവിത്രമായ ഹൗദുൽ കൗസറിൽ നിന്ന് മുത്തുനബിയുടെ കൈകൊണ്ട് കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അപ്പോൾ ഖബറിൽ നിന്ന് ആദ്യമായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് കേട്ടുകൊണ്ട് എഴുന്നേറ്റ് വരിക ലോകൈക ഗുരുവേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇപ്പോൾ ഇസ്രാഫീലിനോട് അല്ലാഹു പറയുകയാണ്, മുത്തിയായ ഇസ്രാഫീൽ, രണ്ടാമത്തെ ഊത്ത് കഴിഞ്ഞ ഇസ്രാഫീലേ, അടുത്ത ഊത്തിന് വേണ്ടി നിനക്ക് ഞാൻ പുനർജീവനം നൽകുന്നതാണ്. ഇപ്പോൾ നീ മരിക്കണേ മരിക്കണേ. ഫയമൂതു ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാമും മരിക്കുകയാണ്, മരണത്തിന്റെ രുചി അറിയുകയാണ്. ആരാണ് മരിക്കാത്തത് സഹോദരാ? എത്രയെത്ര ഏകാധിപകൾ മരണപ്പെട്ടു പോയി, എത്രയെത്ര സ്വേച്ഛാധിപതികൾ മരണപ്പെട്ടു പോയി. ലോകമടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിമാര് മരണപ്പെട്ടു പോയില്ലയോ? മരണപ്പെട്ടു പോയില്ലയോ? അവസാനമായി ബാക്കിയാകുന്നത് അസ്റായീൽ മാത്രമാണ്. അല്ലാഹുവുമുണ്ട്, അസ്റായീലുമുണ്ട്. അസ്റായീലിനെ അടുത്തേക്ക് അല്ലാഹു വിളിക്കുകയാണ്. ഫയഖൂൽ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടികളുടെയും ആത്മാക്കളെ പിടിച്ച ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, മനിൽ ബാഖി യാ അസ്റായീൽ, ആരാണ് ബാക്കിയുള്ളത് അസ്റായീലേ? ഇനി ആരാണ് ബാക്കിയുള്ളത് അസ്റായീലേ? ഫയഖൂൽ അസ്റായീൽ, അസ്റായീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്, അബ്ദുകൽ ഫാനി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ചറബേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാ. കാരണം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും കാര്യം മനസ്സിലായി. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വസൃഷ്ടിജാലങ്ങളുടെ ആത്മാക്കളെ അല്ലാഹു ഇതാ കൊണ്ടുപോയിരിക്കുകയാണ്. എന്നെ സതീർത്ഥരായ ജിബ്രീൽ പോയില്ലയോ? മീകായിൽ പോയില്ലയോ? ഇസ്രാഫീൽ പോയില്ലയോ? ഞാൻ പ്രവാചകരുടെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് അനുവാദം പോലും വാങ്ങിച്ച ലോകത്തിന്റെ ഗുരുവേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും യാത്ര തിരിച്ചില്ലയോ? വഫാത്തായില്ലയോ? അതുകൊണ്ട് ഞാൻ ഒരിക്കലും ശാശ്വതികത്വം കിട്ടിയവനാവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച അസ്റായീൽ പറയുകയാണ്, അബ്ദുകൽ ഫാനി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ചറബേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാ, ഈ അടിമ മാത്രമാണ് അല്ലാ. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമത്രേ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അസ്റായീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, നീയും മരിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ഒരാൾ പോലും ശാശ്വതികത്വമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കണേ സഹോദരങ്ങളെ. കോടാന് 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 കോടി ജനങ്ങളെ സൃഷ്ടിച്ച പടച്ചറബ്, ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച പടച്ചറബ്, ആകാശത്ത് പിന്നെ തിളങ്ങുന്ന താരകങ്ങളെ സൃഷ്ടിച്ച പടച്ചറബ്, സൂര്യനെ സൃഷ്ടിച്ച പടച്ചറബ്, ചന്ദ്രനെ പടച്ചതാകുന്ന അല്ലാഹു ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും സർവ്വ താരകങ്ങളെയും സർവ്വ ഗാലക്സികളെയും സർവ്വ വസ്തുക്കളെയും ഉന്മൂലനം ചെയ്യുന്ന രംഗമാണ്, രംഗമാണ്. എല്ലാ തകർത്തെറിയുകയാണ്, തകർത്തെറിയുകയാണ്. അവസാനമായി ബാക്കിയാകുന്ന മലക്കാകുന്ന അസ്റായീലിന് പോലും, ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്ന അസ്റായീലിന് പോലും രക്ഷയില്ല, രക്ഷയില്ല. വല്ലത്തുള്ള പെരുമ്പാവൂരുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുങ്ങല്ലൂർ നീ സദസ്സിലേക്ക് വന്ന വിഷ്ണു എന്ന സഹോദര സമുദായത്തിൽപ്പെട്ടതായ പ്രിയപ്പെട്ട സൂറത്തടക്കം, പ്രിയപ്പെട്ട റഫീഖ് എന്ന സഹോദരടക്കം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, കേൾക്കണേ. മരിക്കാത്തവരായി ഒരാളുമില്ല ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടതാണ്. നമ്മൾ യാത്ര തിരിക്കേണ്ടവരാണ്. ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കേണ്ടതാണ്, വെക്കേണ്ടതാണ്. അവസാനമായി ബാക്കിയാകുന്ന അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോലും അല്ലാഹു കണിശമായി പറയുകയാണ്, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അസ്റായീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ഫയദ്ഹബു ഇലാ
മൗദിയൻ ബൈനൽ ജന്നതി വന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ ചെല്ലുമത്രേ. ഫയൻസിഉ മിൻഹു റൂഹഹു, സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഒരുപക്ഷേ കാത് മുളച്ചത് മുതൽ ഇന്ന് വരെ നിങ്ങൾ കേൾക്കാത്ത ചരിത്രമായിരിക്കാം. ലോകത്തുള്ള പലരുടെയും ആത്മാവിനെ അസ്റായീൽ വേർപെടുത്തിയിട്ടുള്ളത് കേട്ടിട്ടുള്ള മുസ്ലിമേ, മുസ്ലിമത്തേ, ഈ ലോകത്ത് നിന്ന് അസ്റായീലിന്റെ യാത്രയാണ്, അസ്റായീലിന്റെ അന്ത്യയാത്രയാണ്, അസ്റായീലിന്റെ വിലാപയാത്രയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര, ഇനി ഒരിക്കലും മടങ്ങി വരാത്ത യാത്ര. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള പ്രവിശ്യയിലേക്ക് ചെല്ലുകയാണ്. ഫയൻസിഉ മിൻഹു റൂഹഹു, അല്ലാഹ് സ്വന്തമായി ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുകയാണ്, സ്വന്തമായി വേർപെടുത്തുകയാ. അപ്പോഴാണ് മരണത്തിന്റെ വേദന ഇത്രത്തോളം ഉണ്ടെന്ന് അസ്റായീൽ തിരിച്ചറിയുന്നത്. ഫയസീഹു സയ്ഹാ, മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ പിടിമുറുക്കുന്ന അസ്റായീൽ മരണവേദനയിൽ കിടന്ന് പിടയുകയാണ്. അസ്റായീൽ അട്ടഹസിക്കുമത്രേ. വല്ലാത്ത ശബ്ദ കോലാഹലത്തോടുകൂടിയാണ് അസ്റായീലിനെ വിട പറയലെന്ന് ഹബീബായ റസൂലുള്ളാഹി. അസ്റായീൽ വിളിച്ചു പറയുകയാണ്, അല്ലാഹ് ഇന്നി ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖി. യാ അല്ലാഹ്, മരണത്തിന് ഇത്ര വലിയ വേദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ ഞാൻ മയത്തോട് കൂടിയല്ലാതെ പിടിക്കുമായിരുന്നില്ല അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അസ്റായീൽ വിട പറയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ കുടുംബവുമായി തെറ്റി നിൽക്കുന്ന മുസ്ലിമേ, അടിയുടേതാകുന്ന സ്ഥലത്തിന്റെ പേരിൽ, വഴിയുടെ പേരിൽ പിണക്കം വെക്കുന്ന സമൂഹമേ, പാടില്ല, പാടില്ല. മരിക്കണ്ടയോ, മരിക്കണ്ടയോ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. നിന്റെ ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് എടുത്തു വെക്കപ്പെടുമ്പോ നിന്റെ അമലുകളെ സ്വീകരിക്കപ്പെടാതിരിക്കുമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തവഖഫൂ ഹത്താ യസ്ലഹ ലിഅഖീഹിൽ മുസ്ലിമീൻ. മുഅ്മിനീങ്ങളുടെ വിശ്വാസികളുടെ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുമ്പോ, ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെത്തുമ്പോൾ തന്നെ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, തവഖഫൂ, അമലുകളെ പിടിച്ചു വെക്കണേ, അമലിനെ കയറ്റിവിടല്ലേ, കടത്തിവിടല്ലേ. ഹത്താ യസ്ലഹ ലിഅഖീഹിൽ മുസ്ലിമീൻ, അവന്റെ മുസ്ലിമായ സഹോദരനോട് അവൻ മാന്യമായി വർത്തിച്ചിട്ടല്ലാതെ, പിണക്കം മാറ്റിയിട്ടല്ലാതെ, കുടുംബവിടക്ക് മാറ്റിയിട്ടല്ലാതെ, അയൽവാസികളുമായിട്ടുള്ള ബന്ധം പൂർവോപരി ഭംഗിയാക്കിയിട്ടല്ലാതെ അവന്റെ അമലുകൾ മോഡിലേക്ക് കൊണ്ടുപോകരുതേ എന്ന് മലക്ക് വിളിച്ചു പറഞ്ഞിട്ട് അമല് താഴെ കയക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ മാറ്റണം. പരസ്പരം സ്നേഹത്തിൽ നമ്മൾ വരണം, പഴയ സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഐക്യത്തിലേക്ക് നമ്മൾ വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ ഫീ സ്വലാത്തിസ് സുബ്ഹി ശഫീഉന റസൂലുള്ളാഹി. യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ, നിങ്ങളിലേക്ക് രാത്രിയിലും പകലിലും മലക്കുകൾ ഇങ്ങനെ റോന്ത് ചുറ്റുന്നുണ്ട്, റൗണ്ട് അടിച്ചു വരുന്നുണ്ട്. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ മലക്കുകളെ ചേഞ്ച് ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. യതആഖബു ഫീകും മലായികത്തുൽ ലൈൽ വ മലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ ഫീ സ്വലാത്തിസ് സുബ്ഹി. ഒരു കൂട്ടം മലക്കുകൾ സുബഹിക്കാണ് എത്തുക. സുബഹി മുതൽ അവരുടെ ഡ്യൂട്ടി തുടങ്ങും. തുടങ്ങി നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തി അസർ വരെ അവർ കാത്തു നിൽക്കും. അസറാകുമ്പോൾ അടുത്ത സെക്ഷൻ മലക്കുകൾ ഇറങ്ങി വരികയാണ്.
എന്നിട്ട് ഇവർ ഒരുമിച്ച് അസർ നിസ്കരിക്കും. യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്ർ, അസ്ർ നിസ്കരിക്കും. ഒരുമിച്ച് ഇമാം ജമാഅത്തോടെ നിസ്കരിച്ചതിന് ശേഷം സുബഹിക്ക് വന്നതായ അസർ വരെ ഡ്യൂട്ടി എടുത്ത മലക്കുകൾ കയറിപ്പോകും. അവർ ആ നന്മയും തിന്മകളുമായി ഇവൻ എന്താണ് ചെയ്തിട്ട് അത് മുഴുവനായി കയറും. അസറിന് വന്നതാകുന്ന മലക്ക് തുടങ്ങാണ്ട് പരിപാടി തുടങ്ങി. അവർ ഇങ്ങനെ ലിസ്റ്റ് തുടങ്ങാൻ രേഖപ്പെടുത്തി സുബഹി വരെ അവർ നിൽക്കും. സുബഹിക്ക് വീണ്ടും മലക്കുകൾ വീണ്ടും ഇറങ്ങി വരും. അടുത്ത സെക്ഷൻ മലക്കുകൾ ഇവരുമായി ഒരുമിച്ച് സുബഹി നിസ്കരിക്കും, വീണ്ടും ഹാൻഡ് ഓവർ ചെയ്യും, വീണ്ടും പോകും. ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വമലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വഫീ സ്വലാത്തിൽ സുബ്ഹി. സുബഹിക്കും അതുപോലെ തന്നെ അസ്റിനും ഈ 2 വഖത്താണ് അവർ കടന്നു വരിക. എന്നിട്ട് അവർ ഒരുമിച്ച് നിസ്കരിച്ചിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ അമലുകളുമായി ഇങ്ങോട്ട് പോകുമ്പോൾ 1-ാം ആകാശത്തേക്ക് എത്തുമ്പോൾ മലക്കുകൾ പറയും, കയറാൻ പറയട്ടെ, അവിടെ നിൽക്ക്, തവഖഫു, നിൽക്ക് ഹത്താ യസ്ലഹ ലി അഖീഹിൽ മുസ്ലിം, അവൻ്റെ മുസ്ലിമായ സഹോദരനോട് മാന്യമായ രീതിയിലാണോ വർത്തിക്കുന്നത് എങ്കിലൊക്കെ കയറിക്കും, അമൽ സ്വീകരിക്കും. ഇല്ലെങ്കിൽ എത്ര അമൽ ചെയ്താലും സ്വീകരിക്കൂല. തഹജ്ജുദ് നിസ്കരിക്കും, കൊട്ടപ്പടി നിസ്കരിച്ചിട്ടുണ്ടാവും, ഫായിദയില്ല. ഉംറ നിർവഹിച്ചിട്ടുണ്ട് 10ഉം 15ഉം, ഫായിദയില്ല. ഒരു വിശേഷവും ഇല്ല. നിന്റെ സഹോദരനോട് നീ മാന്യമായി വർത്തിച്ചിട്ടേ നിന്റെ അമലുകളെ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മരണം അള്ളാഹു നല്ല ദിവസത്തിലാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മരിക്കുമെന്നുള്ള കാര്യം നമുക്ക് സുനിശ്ചിതമാണ്, ഉറപ്പാണ് അല്ലേ? മരിക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. അതാണ് ഈ ആയത്തിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് വരച്ചു കാട്ടിയതാണ്. ലോകം മുഴുവനും സൃഷ്ടിച്ച പടച്ച റബ്ബ് ഈ ലോകത്തെ മുഴുവനും സൂറന്ന കാഹളത്തിൻ്റെ ഊത്തിലൂടെ നശിപ്പിക്കുമ്പോൾ അവസാനം ബാക്കിയാകുന്ന 4 മലക്കുകളെ പോലും അള്ളാഹു ഇല്ലാതാക്കി, എല്ലാവരെയും ഇല്ലാതാക്കി. എല്ലാവരും, ഒരാളും വേണ്ട, അള്ളാഹിനോടൊപ്പം ഒരാളും വേണ്ട. അള്ളാഹു ഹയ്യും ഖയ്യൂമാണ്, എന്നൊന്നും നിലനിൽക്കുന്നവനാണ് രാജാതിരാജനായ അള്ളാഹു. ഹയ്യും ഖയ്യൂം സാരമല്ല, ഹയ്യ്, യാ ഹയ്യു യാ ഖയ്യൂം ഇസ്മുൽ ആദമിൽപ്പെട്ട നാമമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം എന്താ അർത്ഥം? ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഖയ്യൂം എന്നെന്നും നിലനിൽക്കുന്നവൻ, സ്വയം നിലനിൽക്കുന്നവൻ, നിലനിർത്തേണ്ട വസ്തുക്കളെ നിലനിർത്തുന്നവനും അല്ലാഹു. ഹയ്യും ഖയ്യൂമുമായ പടച്ച റബ്ബ് അവൻ തീരുമാനിക്കുന്നതോടുകൂടി ബാക്കിയുള്ളതൊക്കെ ഇല്ലാതാവണം, എല്ലാം ഇല്ലാതാവും. അതാണ് ഖുർആൻ പറഞ്ഞത് സൂറത്തുർ റഹ്മാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എല്ലാ വസ്തുക്കളും നശിക്കും, എല്ലാം നശിക്കും. ഒരാൾ മാത്രം ശേഷിക്കും, അത് ഈ ലോകത്തിൻ്റെ തമ്പുരാൻ, ജഗന്നിയന്താവ്, പരിപാലകൻ, സർവേശ്വരൻ, പടച്ച റബ്ബ്. ബാക്കിയുള്ളതൊക്കെ ഇല്ലാതാവും. അള്ളാഹ്ക്ക് മേളിൽ ആരുമില്ല സഹോദരങ്ങളെ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അത് മനസ്സിലാക്കണം. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അള്ളാഹുവിൻ്റെ മുകളിലല്ല. ആദ്യം മനസ്സിലാക്കണം നമ്മൾ. അവിടെയാണ് ഈമാൻ, തൗഹീദ് അവിടെയാണ് ഉറപ്പിക്കേണ്ടത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ സ്വഹാബത്തിൽ പലരുടെയും സമനില തെറ്റുകയാണ്. പലരും അതാ ഹൈറാനാവുകയാണ്, പരിഭ്രാന്തിപ്പെടുകയാണ്. പലരും പല രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പോകവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് പറഞ്ഞില്ലയോ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ കൊയ്തെടുക്കുന്നതാണ്. സഹിക്കാൻ കഴിയുന്നില്ല. നബി തങ്ങൾ വഫാത്തായി, വിഷമിച്ചു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈമാനിന്റെ രൂപമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹിബ്ബാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് വമൻ കാന യഅ്ബുദു മുഹമ്മദാ ഫഇന്ന മുഹമ്മദൻ യമൂത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്.
ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിട്ടുണ്ട്, മുഹമ്മദ് ഇതാ വഫാത്തായിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും ഈ ലോകത്തിന്റെ തമ്പുരാനെയാണ്, ജഗന്നിയന്താവിനെയാണോ, അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ്. അതുകൊണ്ട് പേടിക്കരുതേ സമൂഹമേ, ഈമാൻ ഉൾക്കൊള്ളണേ സമൂഹമേ. ചരിത്രത്തിൽ കാണാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് കാരണമാണ് പല സ്വഹാബത്തിനും ഈമാൻ കിട്ടിയത്, ആത്മവീര്യം ഉണ്ടായത്, അവരുടെ ഈമാനിൽ പൂർവോപരി ഭംഗിയായത്, അവർക്ക് ആത്മീയമാകുന്ന വീര്യമുണ്ടായി തീർന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായെന്ന് കേട്ടപ്പോൾ വിഷമിച്ചിരുന്ന സ്വഹാബത്തിന് ഇതങ്ങോട്ട് കേട്ടപ്പോഴാണ് ആത്മീയ വീര്യം വന്നത്. നബിയല്ല, അള്ളാഹുവിനെ ഏറ്റവും വലുത്, അത് മനസ്സിലാക്ക്. ആരെങ്കിലും മുത്തുനബി ആരാധിച്ചിരുന്നെങ്കിൽ ഫഇന്ന മുഹമ്മദൻ യമൂത്ത് ഖദ് യമൂത്ത്, തീർച്ചയായും മുഹമ്മദ് മരിച്ചിട്ടുണ്ട്. ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുണ്ട്. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, ആരെങ്കിലും അള്ളാഹുവിനാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു ദാദാ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരാണ്. വിഷമിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സഹോദരങ്ങളെ, അള്ളാഹു അല്ലയോ ഈ ലോകത്തുള്ള സർവ്വസുക്കളും ചെയ്യുന്നത്, ആ പടച്ചിറപ്പിലേക്ക് ചേർത്താതെ ഒരു വാക്ക് പോലും നമ്മൾ പറയരുതേ. അള്ളാഹു ആണ് ഏറ്റവും ഉന്നതനെന്നുള്ള കാര്യം മനസ്സിൽ കോരണേ, മനസ്സിൽ ഉറപ്പിക്കണേ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകമടക്കി ഭരിച്ച ചക്രവർത്തിയല്ലയോ. ولسليمان الريح عاصفا تجري بأمره رخاء حيث أصاب والشياطين كل بناء وغواص. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത അധികാരം ചെറുതല്ല. അദ്ദേഹത്തിന് സ്വർഗ്ഗത്തുള്ളതാകുന്ന സർവ്വ ചിഹ്നങ്ങളെയും അദ്ദേഹത്തിന്റെ വഴുതിയിലേക്ക് അല്ലാഹു നൽകുകയാണ്. കുല്ല ബന്നാഇൻ വഗവാസ്, എല്ലാ കെട്ടിടം പണിക്കാരും, എല്ലാം മുങ്ങൽ വിദഗ്ധരായ ജിന്നുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് എടുക്കാറുണ്ട്. കടലിന്റെ ആഴിയിൽ പോയി നല്ല പവിഴവും മുത്തും വൈഡൂരും മാണിക്കൊടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ സെക്കൻഡിനുള്ളിൽ കൊണ്ടുവരുന്നതായ ജിന്നുകളെ അദ്ദേഹത്തിന് അധീനപ്പെടുത്തി കൊടുത്തു അല്ലാഹു. ആർക്ക്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആൻ പറയാണ് വശയാത്വീന കുല്ല ബന്നാഇൻ വഗവാസ്, ഭയങ്കര കെട്ടിടം പണിക്കാരാണ്. ഫ്ലൈവുഡിന്റെ പരിപാടിയൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളാണ് വലിയ സംഭവം. ഒന്നുമല്ല, ഇതിനേക്കാൾ വലിയ പരിപാടികൾ, കല്ലിന്റെ പരിപാടികളും അത് തന്നെ കൊത്തിവെച്ചിട്ടുള്ളതാകുന്ന പള്ളികളുമൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ജിന്നുകളുടെ പള്ളി എന്നറിയപ്പെടുന്നു. സെക്കൻഡിനുള്ളിൽ അതൊക്കെ കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് റെഡിയാക്കി കൈകൊണ്ട് തന്നെ എല്ലാം പിടിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടു ജിന്നുകൾ. ഭയങ്കര അതിശക്തം. فوجدناها ملئت حرسا شديدا وشهبا. ജിന്ന സമൂഹം എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ. ഒരൊറ്റ ചാട്ടത്തിന് ഞങ്ങൾ ആകാശത്തെ തൊടുമായിരുന്നുവെന്ന് ജിന്നുകൾ പറഞ്ഞുവെന്ന് വിശുദ്ധ ഖുർആൻ. ജിന്നുകളുടെ വാക്ക് ഖുർആൻ പറയാണ് വഅന്നാ ലമസ്ന സമാഅ, ഒറ്റ ചാട്ടത്തിന് ആകാശത്തോടും. തൊട്ട് കളിക്കാണ്. തൊട്ടേ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടാവടി കളിക്കത്തില്ല, അതാണ് പരിപാടി. ആകാശത്ത് പോയി തൊട്ടിട്ട് തിരിച്ചു വരും ജിന്നുകൾ. ചിന്തിക്കണം, അങ്ങനെയൊക്കെ ഒരു സമൂഹം ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഉണ്ടത്, പോയിട്ടൊന്നുമില്ല, എപ്പോഴും ഉണ്ട്. വല്ല മനസ്സിലാക്കേണ്ട വിഷയമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ചക്രവർത്തിയാക്കി അധികാരം നൽകി. മഹാനുഭാവൻ ഒരിക്കൽ പറയുകയാണ് ലഅതൂഫന്ന ഹാദിഹിൽ ലൈല മിഅത ഇംറഅതി വല തഹ്മിലു കുല്ലു വാഹിദത്തിൻ മിൻഹുന്ന വല തദഉ കുല്ലു വാഹിദത്തിൻ മിൻഹുന്ന ഗൽമാനൻ ഫറസാന യുജാഹിദൂന ഫീ സബീലില്ലാഹ്.
ഞാൻ ഇന്നത്തെ ഒറ്റ രാത്രിയിൽ തന്നെ 100 ഭാര്യമാരുമായി എന്റെ 100 ഭാര്യമാരുമായി ഞാൻ ബന്ധപ്പെടും. അവരുടെ അടുക്കൽ ചെല്ലും. അവർ ഓരോരുത്തരും തന്നെ ഗർഭം ധരിക്കും. 100 പേരും നിശ്ചയം ഗർഭം ധരിക്കും. 100 പേരും നിശ്ചയം തീർച്ചയായും പ്രസവിക്കും. അവർ പ്രസവിക്കുന്ന 100 കുട്ടികൾ ഫറസാന അശ്വാരൂഢന്മാരന്മാരാണ്, കുതിര സവാരി ചെയ്യുന്നവരാണ്, നല്ല ആരോഗ്യ ചെറുപ്പക്കാരാണ്, ആരോഗ്യമുള്ള കുട്ടികളാണ്. തീർന്നില്ല യുജാഹിദൂന ഫീ സബീലില്ലാഹ്. അവരെല്ലാവരും തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരാണ്. ഇത് പറഞ്ഞു. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം. ഫനസിയ അൻ യഖൂല ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് പറയാൻ മറന്നുപോയി. ഞാൻ തീർച്ചയായും ഇന്ന് 100 ഭാര്യമാരെടുക്കൽ ചെല്ലും. അവരൊക്കെ തന്നെ 100 പേരും ഗർഭം ധരിക്കും, 100 പേരും പ്രസവിക്കും, 100 പേരും 100 കുട്ടികളെ പ്രസവിക്കും. അവർ ഓരോരുത്തരും നല്ല കുതിരസവാരി ചെയ്യുന്നവരാകും, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന കുട്ടികളാകും അവർ എന്നാണ് അദ്ദേഹത്തിന്റെ നിയ്യത്ത്. പക്ഷെ എന്തു പറഞ്ഞില്ല? അള്ളാലേക്ക് ചേർത്തി പറഞ്ഞില്ല. കാരണം എന്താ? ഞാൻ വലിയ ആളല്ലേ, ലോകമടക്കി ഭരിച്ച ചക്രവർത്തിയല്ലേ, മറന്നുപോയി. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന വാക്ക് പറയാൻ മറന്നുപോയി. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇമാം റാസി റഹിമഹുല്ലാ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുകയാണ്, ഫമാ ഹമലത് ഇല്ലാ വാഹിദത്തുൻ മിൻഹുന്നാ ഫമാ വദഅത് ഇല്ലാ നിസ്ഫ ഇൻസാൻ. പഠിച്ചു വെക്കണേ പെരുമ്പാവൂരുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, അഹങ്കരിക്കരുതേ. പടച്ചറപ്പിനേക്കാൾ വലുതായിട്ട് ലോകത്തൊന്നുമില്ല. അള്ളാഹുവിനെ പോലും വെല്ലുവിളിക്കുന്ന സമൂഹമായി ഇന്ന് മുസ്ലിമീങ്ങളിൽ പലരും മാറിയിട്ടില്ലയോ? ഞാൻ ലെഗിൻസ് ധരിക്കും, ഞാൻ മോശപ്പെട്ട വസ്ത്രമിടും, ഞാൻ എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ കാണിച്ചു നടക്കും, ആരാണ് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നവരെ, ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്നവരെ, ചാനലിൽ കയറിയിരുന്നു കൊണ്ട് പരിശുദ്ധ ദീനിനെതിരെ മോശപ്പെട്ട കമന്റുകൾ ഇടുന്ന സഹോദരിമാരെ, മുസ്ലിം തട്ടമിട്ടതാകുന്ന സഹോദരിയാണ്, തലയിൽ തട്ടമിട്ട സഹോദരിയാണ്, മുസ്ലിം പെങ്ങളാണ്. പക്ഷേ വായിൽ നിന്ന് വർത്തമാനം വരുന്നതോ പരിശുദ്ധ ദീനിനെതിരെയാണ്, ഖുർആനിനെതിരെ ശബ്ദിക്കുകയാണ്, ഹദീസുകൾക്കെതിരെ വാചാലയാവുകയാ. പൊന്നുമോളെ പഠിച്ചു വെക്കണേ. നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്, ഒരു പ്രസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സാധാരണ വ്യക്തിയല്ല. കടലിന്റെ ആഴിയിൽ കിടക്കുന്നതായ മണലെടുത്തുകൊണ്ട് എന്റെ കൈവെള്ളയിൽ ഒരു സെക്കൻഡിനുള്ളിൽ വെച്ച് തരണമെന്ന് പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നതായ ആൺകുട്ടികൾ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് പോയിട്ടൊരു സെക്കൻഡ് കൊണ്ട് തൊട്ടിട്ട് എന്റെ അടുക്കലേക്ക് വരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡിനുള്ളിൽ കഴിയാൻ കഴിവുള്ള അങ്ങകലെ സബഇന്റെ നാട്ടിൽ കിടക്കുന്ന പവിത്രമായ നാട്ടിൽ കിടക്കുന്ന ആ നാട്ടിൽ നിന്ന് ബൽക്കീസിന്റെ രാജ്ഞിയുടെ കൊട്ടാരത്തെ ഒന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ സെക്കൻഡിനുള്ളിൽ കൊണ്ടുവന്നു കൊടുത്തതായ ബഹുമാനപ്പെട്ടതാകുന്ന ചാരത്തുള്ള മഹത്തുക്കൾ ഉണ്ടായിരുന്നു. അത്രത്തോളം വല്ല അധീന ശക്തി കൊടുത്തിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പറയുകയാണ്, ഞാൻ 100 ഭാര്യമാരുടെ അടുക്കൽ ചെല്ലും, അവർ 100 പേരോടുമായി ബന്ധപ്പെടും, അവർ 100 പേരും ഗർഭം ധരിക്കും, അവർ 100 പേരും പ്രസവിക്കും, 100 കുട്ടികളെ പ്രസവിക്കും. ആ 100 കുട്ടികളും അശ്വാരൂഢന്മാരായി കുതിര സവാരി ചെയ്യുന്നവരായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ വരുമെന്ന് മഹാനവരുകൾ പറയുകയാണ്. പടച്ചറപ്പിനെ വെല്ലുവിളിച്ച് പറഞ്ഞതല്ല, മറിച്ച് ഈ വർത്തമാനം പറയുമ്പോൾ അദ്ദേഹം പറയാൻ മറന്നുപോയി, ഇൻഷാ അല്ലാഹു ഉദ്ദേശിച്ചെങ്കിലെന്ന് പറയാൻ മറന്നുപോയ മഹാനുഭാവര് പടച്ചറപ്പ് പരീക്ഷണത്തിന് തീച്ചാല കൊടുക്കുകയാണ്. ആ 100 പേരുമായി ബന്ധപ്പെട്ട് പക്ഷേ ഒരൊറ്റ ഭാര്യ മാത്രമാണ് ഗർഭം ധരിച്ചത്. ആ ഭാര്യ തന്നെ പ്രസവിച്ചതോ ഫമാ വദഅത് ഇല്ലാ നിസ്ഫ ഇൻസാൻ, അര മനുഷ്യനെയാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ നീളം പോലും ഇല്ലാത്ത ഒരു കുട്ടി മനുഷ്യൻ. അതുകൊണ്ട് തന്നെ കുതിരപ്പുറത്ത് കയറാൻ കഴിയില്ല, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ കഴിയാത്ത ഒരു അര മനുഷ്യനെയാണ് സുലൈമാൻ മകനായി കൊടുത്തത് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ എന്ന പേരെന്ന് പറയാൻ മറന്നതിന്റെ പേരിൽ പടച്ചറപ്പ് കൊടുത്ത പരീക്ഷണം വലുതാണെങ്കിൽ
എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പടച്ചനബിനെ മറന്നുകൊണ്ട് ജീവിക്കല്ലേ, ജീവിക്കല്ലേ. എത്ര വലിയ സൗഭാഗ്യങ്ങൾ പടച്ചറപ്പ് നൽകിയാലും ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ എടുത്തുകൊണ്ട് കളയാൻ അള്ളാഹുവിനെ കഴിവുള്ളവനാണ്, കഴിവുള്ളവനാണ്. പടച്ചറപ്പിന് ശുക്ർ ചെയ്ത് കൂടണേ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്തി നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി ആത്മാവിനെ വേർപെടുത്തുന്ന വലതുകാലിന്റെ തള്ളവരിലൂടെ അത്രേ. വലതുകാലിന്റെ തള്ളവരിൽ ആത്മാവിനെ വേർപെടുത്താൻ തുടങ്ങുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ കഴുത്തിലേക്ക് ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുവരുകയാണ്. വീണ്ടും ഇടതുകാലിന്റെ തള്ളവരിൽ ആത്മാവിനെ വേർപെടുത്തുകയാണ്. മുട്ടിലൂടെ, തുടയിലൂടെ ആത്മാവിനെ കഴുത്തിലേക്ക് എത്തിക്കുമ്പോ 5 മലക്കുകൾ അവന്റെ ചാരത്തേക്ക് കടന്നു വരുകയാണ്. അതിലൊന്നാമത്തെ മലക്ക് അവന്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് അവനോട് വിളിച്ചു ചോദിക്കുകയാണ്, അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ്, തൊണ്ടക്കുഴിയിലാ. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുമ്പോഴാണ് ഒന്നാമത്തെ മലക്കൻ അവനോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. മറുപടി കൊടുക്കാൻ കഴിയുമോ സമൂഹമേ? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു നിസാര ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ വിഷയമല്ലായിരുന്നു. തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുന്ന രംഗം, ലോകത്തുള്ള സർവ്വജലാശയത്തിലെ വെള്ളം കൊണ്ടുവന്ന് നിന്റെ തൊള്ളയിലേക്ക് ഒഴിച്ചു നൽകിയാലും നിന്റെ ദാഹം തീരൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്താണ് പറയുന്നത് സഹോദര? ഈ വാത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഭാര്യയോട് ചോദിക്കുമ്പോ 2 ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ഭാര്യ നൽകുകയാണെങ്കിൽ ആ 2 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ 1 ഗ്ലാസ് കുടിക്കാൻ വയറില്ല എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ, മരിക്കുന്ന സമയത്ത്, തൊണ്ട വരളുമ്പോ സമയത്ത് ലോകത്തുള്ളതാകുന്ന സർവ്വജലാശയത്തിലെ വെള്ളം കൊണ്ടുവന്ന് നിന്റെ തൊള്ളയിലേക്ക് ഒഴിച്ചു നൽകിയാലും നിന്റെ ദാഹം തീരൂല. അത്രമാത്രം മരണത്തിന്റെ വേദനയുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ പ്രവാചകൻ പോലും ആയിഷയോട് പറഞ്ഞില്ലയോ, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാ. ആയിഷ, ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് ആയിഷ. തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക്, അതിലെ തണുത്ത ജലത്തിലേക്ക് നിന്റെ കൈയൊന്ന് മുക്കിയിട്ട് എന്റെ മുഖമൊന്ന് തടകിത്തരൂ ആയിഷ. ആരാണ് പറയുന്നത് സഹോദര? മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദോ മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ആയിഷ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, തോൽപാത്രത്തിലേക്ക് നിന്റെ കൈ എന്നിട്ടിട്ട് ആ തണുത്ത ജലം കൊണ്ട് എന്റെ മുഖമൊന്ന് തടകിത്തരൂ, ഞാൻ വിയർക്കുന്നത് കണ്ടില്ലേ എന്ന് ആയിഷ സിദ്ദീഖയോട് പറഞ്ഞതാകുന്ന പ്രവാചക പൊങ്കവര് വേദന കൊണ്ട് അമരുന്നതാകുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആയിഷ വിവത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, മരണത്തിന്റെ വേദന ചെറുതല്ല, ചെറുതല്ല. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى. ഈ ദുനിയാവിൽ കള്ളു കുടിച്ച മനുഷ്യ, ഈ ദുനിയാവിൽ വിചരിച്ച മനുഷ്യ, ഈ ദുനിയാവിൽ പരിശോധിച്ച മനുഷ്യ, ഈ ദുനിയാവിൽ സിനിമ കണ്ട് നടന്ന മനുഷ്യ, ഈ ദുനിയാവിൽ സീരിയൽ അടിമപ്പെട്ട പെങ്ങളെ, ഈ ദുനിയാവിൽ സ്വന്തം പാപ്പയെ അറിയാതെ, ഉമ്മ അറിയാതെ
പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വീടിന്റെ പിന്നാമ്പുറത്തെ കഥക അന്യ സഹോദരന് വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ട് അവനുമായി ശയ്യവലംബിച്ച പെങ്ങളെ, സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവലത്ത് നിനക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവ് അന്തിയുറങ്ങുമ്പോ ആ ഭർത്താവിന്റെ വിഷമവും പ്രയാസവും അറിയാതെ പരസ്യമായി മറ്റുള്ളവരുമായി ശൃംഖരിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, മോശപ്പെട്ട രീതിയിലേക്ക് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കാട്ടിവിടുന്നതായ മക്കളെ IPL കളി കണ്ടുകൊണ്ട് നമസ്കാരം പാഴാക്കരുത് എന്ന് മാതാപിതാക്കൾ പറയുമ്പോ, എനിക്ക് കാണണമപ്പാ, എനിക്ക് ഗെയിലിന്റെ കളി കാണണം, എനിക്ക് ഗെയിലിന്റെ സെഞ്ചുറി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന മക്കളെ, ഫുട്ബോൾ തരംഗം മസ് പിടിച്ചുകൊണ്ട് പുറകോട്ട് പോകുന്നവരെ, പരിശുദ്ധ ദീനിനെതിരെ തിരിയുന്നവരെ, ദീനിന്റെ സംസ്കാരത്തിന്റെ ദീനിന്റെ ചിഹ്നത്തെ വെല്ലുവിളിക്കുന്ന സമൂഹമേ ഔലിയാക്കളുടെ മക്ബറകൾ വെല്ലുവിളിക്കുന്നവരെ, മഹത്തുക്കളാകുന്ന മഹിതകളുടെ മഹിമകളുടെ ഖബറുകളെ വെല്ലുവിളിക്കുന്നവരെ, അവരുടെ ചാരത്തിന് പവിത്രതയില്ലെന്ന് അവകാശപ്പെടുന്നവരെ, തൗബ ചെയ്യണേ. പരിശുദ്ധമായ മാസമാണ് ശഅബാൻ മാസമാണ്, പവിത്രമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമാകുകയാ. പരസ്പരം പൊരുത്തപ്പെടിക്കണേ, തൗബ ചെയ്യണേ. ജീവിതത്തിൽ ഒരു വഖത്ത് പോലും നമസ്കരിക്കാത്തവരില്ലയോ, ഒരു സകാത്ത് പോലും കൊടുക്കാത്തവരില്ലയോ? പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാ സൗഭാഗ്യം കിട്ടിയിട്ട് പോലും, പരിശുദ്ധമായ സൗദിയിൽ കഴിഞ്ഞുകൂടിയിട്ട് പോലും, 40-50 കൊല്ലം സൗദിയിൽ ജീവിച്ചിട്ട് പോലും ഒരു വേള പോലും ഉംറ നിർവഹിക്കാതെ നാട്ടിലേക്ക് വന്നുകൊണ്ട് തിരിച്ചു പോകുന്നവരെ, നാട്ടിൽ വന്നുകൊണ്ട് രോഗശയിൽ അകപ്പെട്ടവരെ, തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരിക്കുന്ന സമയത്ത് തൊണ്ടക്കുഴിയിലേക്ക് ആത്മാപത്ത് നിൽക്കുമ്പോ എന്നെയൊന്ന് തിരിച്ചു വരണേ അല്ലാ, ഞാൻ നമസ്കരിച്ചു കൊള്ളാം അല്ലാ, ഞാൻ നോമ്പ് പിടിച്ചു കൊള്ളാം അല്ലാ, ഞാൻ സകാത്ത് കൊടുക്കാം അല്ലാ, ഞാൻ ഹജ്ജ് ചെയ്യാം അല്ലാ, ഞാൻ പാപങ്ങളെ സഹായിക്കാം അല്ലാ, ഞാൻ ദിക്ർ ചൊല്ലാം അല്ലാ, ഞാൻ സലാത്ത് ചൊല്ലാം അല്ലാ, ഞാൻ ഔലിയാക്കളെ സ്നേഹിക്കാം അല്ലാ എന്ന മരണത്തിന്റെ മുഖത്തുകൾ നീ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞാൽ പടച്ച റബ്ബ് സ്വീകരിക്കില്ല പൊന്നുമോനെ. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യണേ. തൊണ്ടക്കുഴിയിലേക്ക് ആത്മാപത്തി നിൽക്കുന്ന രേഖം ഒരു ചെറിയ രംഗമായി കാണരുതേ. തങ്ങൾ യഹ്യാ ഉലൂമത്തിൽ രേഖപ്പെടുത്തുകയാണ്, 5-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സൂഫിസ ഗ്രന്ഥം യഹ്യാ ഉലൂമുദ്ദീൻ രചിച്ച ബഹുമാനപ്പെട്ട തങ്ങൾ പറയുകയാ, ലോകത്ത് സർവർക്കും നൽകുന്നതാകുന്ന മരണത്തിന്റെ വേദന, ഒരാദം സന്ധിയിൽപ്പെട്ട ഒരു മനുഷ്യന് കൊടുക്കുന്ന മരണത്തിന്റെ വേദന, ലോകത്തിന്റെ ഏറ്റവും വലിയ കൊടുമുടിയിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ, അഥവാ എവറസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നതെങ്കിൽ ആ എവറസ്റ്റിന്റെ നെറുകയിലേക്ക് മരണത്തിന്റെ വേദനയുടെ അല്പമൊന്ന് കൊണ്ടുപോയിട്ടാൽ ആ പർവ്വതം മുഴുവൻ ധൂളിയാകുമത്രേ. അത്രമാത്രം വേദനയാണ് മരണത്തിനുള്ളതെന്ന് ഇമാം ഖസാലി റഹിമഹുല്ലാഹ് ആ മരണാമുഖത്ത് നീ കഴിഞ്ഞുകൂടുമ്പോ നിന്റെ അടുക്കലേക്ക് ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യബ്ന ആദം ഐന ബദനുകൽ ഖവീ വമാ അദഅഫഹു യബ്ന ആദം ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹു യബ്ന ആദം ഐന അഹ്ലുക وقرابتك وما أوحشك منهم اليوم. എന്ത് പറ്റിയടാ, ദുനിയാവിൽ നീ ആരോഗ്യമുള്ളവനായിരുന്നല്ലോ, നിന്റെ വലം കൈയും ഇടയും കൈയുമായിട്ട് ആളുകൾ നിനക്കൂടി സിന്ദാബാദ് വിളിക്കാൻ, നിനക്കൊരു പോറലേറ്റാൽ നിന്നോടൊപ്പം നിൽക്കാൻ നിന്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. നീ ഒരു കേസിൽ അകപ്പെട്ടാൽ നീ ജയിലിൽ കടക്കണ്ടടാ, ഞാൻ കടന്നുകൊള്ളാമെന്ന് പറയുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിനക്കുണ്ടായിരുന്നല്ലോ. അവരെവിടെ പോയി? ഈ മരണത്തിന്റെ മുഖത്ത് നിന്ന് അവർ ഒളിച്ചോടിയില്ലയോ? നീ മാത്രമാണ് ഇന്ന് മരണത്തിന്റെ വേദന തിരിച്ചറിയുന്നവൻ. എന്ത് പറ്റിയടാ? ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ
നിന്റെ നാവിനെന്ത് പറ്റിയടാ? നിന്റെ നാവിനെ അശക്തമാക്കിയതെന്താണ്? ഒരുപാട് വാക്ചാതുര്യത്തോടുകൂടി സംസാരിച്ചിരുന്നവനല്ലയോ? ഇന്ന് നിന്റെ നാവിനെ അനക്കാൻ പറ്റാത്തതെന്താ? നിന്റെ നാവിന്റെ സംസാര വൈഭവത്തെ എടുത്തു കളഞ്ഞതെന്താണ്? ഇന്ന് നിനക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് കലിമ ചൊല്ലി തരുന്നുണ്ട്, ചെല്ലാൻ കഴിയുന്നില്ല. ഒരുപാട് ദിക്റുകൾ ചൊല്ലേണ്ടവനായിരുന്നു. ജീവിതത്തിൽ കള്ളു കുടിച്ചുകൊണ്ടും സിഗരറ്റ് വലിച്ചുകൊണ്ടും ലഹരി നുണഞ്ഞുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും കാതുകളെയും ഹൃദയത്തെയും മലീമസപ്പെടുത്തിയവനല്ലയോ? അനാവശ്യമായി സംസാരിച്ചവനല്ലയോ? വമാ അസ്കതഹുല്ലോ, നിന്നെ നാവിനെ അശക്തപ്പെടുത്തിയതെന്താ? നിന്റെ നാവിനെ നനക്കാൻ പറ്റാത്തതെന്താണ്? നിന്റെ നാവിനെ ചലിപ്പിക്കാൻ പറ്റാത്തതെന്താണ്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെരുമ്പാവൂരുള്ള സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് പറയട്ടെ, പരിശുദ്ധ റമദാനിനെ മുൻനിർത്തി പറയുകയാണ്, നാവ് ശ്രദ്ധിക്കണേ. ഈ നാവ് കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയും, ഇതേ നാവ് കൊണ്ട് തന്നെ നരകത്തിലേക്ക് വലിച്ചെറിയും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ഒരു കൂട്ടം ആളുകളെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു. ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവ് കൊയ്തെടുത്ത പാപമാണ് സാബാ. നാവ് കൊണ്ട് മനുഷ്യൻ തെറ്റ് ചെയ്യുമത്രേ. നാവ് കൊണ്ട് പരദൂഷണം പറയും, നാവ് കൊണ്ട് നമീമത്ത് പറയും, നാവ് കൊണ്ട് ഏഷന് പറയും, നാവ് കൊണ്ട് പിതാവിനെ ചീത്ത പറയും, നാവ് കൊണ്ട് മാതാവിനെ മോശം പറയും, നാവ് കൊണ്ട് സ്വന്തം സഹോദരനോട് ചീത്ത പറയും, നാവ് കൊണ്ട് അയൽവാസികളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും, നാവ് കൊണ്ട് കുടുംബ ബന്ധം തകർത്തെറിയും. നാട് കൊണ്ട് കുടുംബ ബന്ധം മാത്രമല്ല, കൂട്ടുബന്ധം മാത്രമല്ല, അയൽവാസി ബന്ധം മാത്രമല്ല, നാവ് കൊണ്ട് സ്വന്തം സമൂഹത്തോടുള്ള ബാധ്യത പോലും മറക്കും, സമൂഹത്തോട് പോലും അനാവശ്യം വിളിച്ചു പറയാൻ തയ്യാറാകും. അതുകൊണ്ടല്ലയോ പ്രവാചകന്റെ ചാരത്തേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നിട്ട് നബിയോട് ചോദിച്ചു, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയത്ത് നൽകണേ നബിയേ, എനിക്കൊരു ഉപദേശം നൽകണേ നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി ഏതെന്നറിയുമോ? ഹൃദയത്തോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട വചനമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന വല്ലത്തുള്ള പ്രിയപ്പെട്ട സഹോദരിമാര്, പെരുമ്പാവൂര് പ്രദേശത്ത് കുമ്മനം ഉസ്താദ് അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് 25-ലധികം വാതുകൾ പറഞ്ഞ തൗഫീക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പ്രഭാഷണ സദസ്സുകൾ ഓടി വന്നതാകുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഈ നാവിനെ സൂക്ഷിക്കണേ. റസൂലുള്ള പറഞ്ഞു കൊടുത്ത മറുപടി അതാണ്, എനിക്കൊരു വസിയത്ത് നൽകണേ, എനിക്കൊരൊറ്റ വസിയത്ത് മതിയേ നബിയേ, ഒരൊറ്റ വസിയത്ത് നൽകണേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗ പ്രവേശനത്തിന് അനുയായിയോട് പറഞ്ഞത്, ആ കുഫാങ്കഹാദാ, നിന്റെ ഈ നാവിനെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ, ഹറാമിനെ നാവിനെ തൊട്ട് സൂക്ഷിക്കണേ. ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് മുത്തുനബി പറയുകയാണ്, നാവെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാ, ഈ നാവിനെ സൂക്ഷിക്കണേ, ഈ നാവിനെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വല്ലമെന്ന് പറയുന്ന പ്രദേശം ഒരുപാട് സ്നേഹങ്ങൾക്കുള്ളതാകുന്ന പ്രദേശമാണ്. നമ്മുടെ പഴയതാകുന്ന സമൂഹം നമുക്ക് നൽകിയതാകിയ ഒരു മാതൃകയുണ്ട്. പരസ്പര സ്നേഹ സൗഹാർദ്ദം കൂട്ടിയോജിപ്പിച്ചിരുന്നതായ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം നമുക്കുണ്ട്. അത് തകർത്തെറിയാൻ പാടില്ല, അത് തകർത്തെറിയാൻ പാടില്ല. ആര് ശ്രമിച്ചാലും ശരി, നമുക്കിടയിലുള്ള ഐക്യത്തെ തകർക്കരുത്, അനൈക്യത്തിലേക്ക് പോകരുത്, നാവ് കൊണ്ട് മോശത്തരം പറയരുത്. നമ്മുടെ ഈ നാടിനെ മറുനാട്ടുകൾ പോലും അസൂയ വെക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, ഒരു പക്ഷെ കണ്ണീർ കിട്ടിയതായിരിക്കാം, എന്തോ എനിക്കറിയില്ല, ഒരു പക്ഷേ അസൂയ ഉണ്ടായതായിരിക്കാം. ഇന്ന് പലർക്കും ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുപോയിട്ടുണ്ട്. പാടില്ല, പരസ്പര സ്നേഹത്തിൽ തന്നെ നമ്മൾ നിലകൊള്ളണേ. കാരണം നമ്മുടെ മുത്തുനബിയുടെ സമുദായമാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നാവിനെ സൂക്ഷിക്കണേ. ഒരാളെ കുറിച്ച് നമ്മൾ മോശത്തരം പറയണ്ട, കാരണം നമ്മൾ മോശമാണ്, നമ്മൾ നന്നാവേണ്ടവരാണ്, നമ്മൾ ഓരോരുത്തരും നന്നാവേണ്ടവരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലമ്മാ മറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നബി തങ്ങൾ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സമൂഹത്തോട് പറയുകയാണ്, തഖല്ലലൂ,
ഒന്ന് പല്ലുകൊത്തണേ സഹാബ, ഒന്ന് പല്ലുകൊത്തണേ സഹാബ. ഫഖാലൂ, ഉടനെ അവർ വിളിച്ചു പറയുകയാണ്, ഫവല്ലാഹി മാ തഇംനൽ ലൗമ തആമാ. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല നബിയേ, ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല നബിയേ. ഒരു ഭക്ഷണം പോലും കഴിക്കാത്ത ഞങ്ങളോട് എങ്ങനെയാണ് പല്ല് കുത്താൻ പറയുന്നത്? എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബ, ഞാൻ നിങ്ങളോട് പല്ല് കുത്താൻ പറഞ്ഞതിന്റെ പരമാർത്ഥം എന്തെന്നറിയുമോ? ഇന്നീല അറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാകും. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറയുന്നത് പേര് ഞാൻ എന്റേതാകുന്ന കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പല്ലിന്റെ ഇടയിൽ പച്ചമാസം ഞാൻ കാണുന്നുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ നാവിന്റെ ഇടയിൽ പല്ലിന്റെ ഇടയിൽ കിടക്കുന്നതായ പച്ചമാംസം കുത്തിക്കളയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അന്യന്റെ പച്ചമാംസം തിന്നുന്ന രീതിയിലുള്ള ഗീബത്ത് പറച്ചിൽ അത് മുസ്ലിമിന് ഭൂഷണമാണ്, മുസ്ലിമിന് പാടില്ലാത്തതാണ്. പരിശുദ്ധ റമളാൻ സമാഗതമാകുകയാണ്. അമൽ സ്വീകരിക്കപ്പെടണമോ? പരസ്പരം സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി വർത്തിക്കണേ, വർത്തിക്കണേ. ഒരു കാര്യത്തിൽ കുമ്മനമുസാദിന് സന്തോഷമാണ്, ആലിമീങ്ങൾക്ക് സന്തോഷമാണ്, ഇരിക്കുന്ന സയ്യിദന്മാർക്ക് സന്തോഷമാണ്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുസ്ലിം സഹോദര സഹോദരിമാർക്ക് സന്തോഷമാണ്. അങ്ങനെ ജമ്മു കാശ്മീരിലുള്ള പാവപ്പെട്ട കത്വ എന്ന ഗ്രാമത്തില് സ്വന്തം വീടില്ലാതെ നാടില്ലാതിരുന്ന പാവപ്പെട്ടതാകുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ പാവപ്പെട്ട ആസിഫ എന്ന പൊന്നുമോളെ ഒരു വട്ടം ആൾക്കാർ കൊണ്ടുപോയി 8 ദിവസത്തോളം പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ടപ്പോ കേരളത്തിലേതാകുന്ന ആളുകൾ മാത്രമല്ല, ഇന്ത്യ എന്ന രാജ്യത്തിലെ ജനാധിപത്യ രാജ്യത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾ മാത്രമല്ല, 99% ജനങ്ങൾ, ലോകത്തുള്ള മുഴുവൻ ആളുകൾ, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഒരുമിച്ച് നിന്നതാകുന്ന ഒരു സംഭവം അതുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐക്യമാണ് നമുക്കുണ്ടാവേണ്ടത്. അതിന് മതം നോക്കേണ്ട വിഷയമില്ല, മതമൈത്രിയാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സദസ്സിലേക്ക് അങ്ങനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിഷ്ണു എന്ന് പറയുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരടക്കം എത്രയോ ബാലിന്റെ സദസ്സിൽ ഉസ്താദേ എനിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് വരണ്ട വരണ്ട എന്ന് പറഞ്ഞാലും എല്ലാ സദസ്സിലേക്കും ഓടി വരുന്ന പാവപ്പെട്ട സഹോദരൻ ഇന്നും ഈ സദസ്സിലും 7 മണിക്ക് എത്തിയിട്ടുണ്ട്. വരുമ്പോൾ ഞാൻ പറഞ്ഞു വരേണ്ടതില്ല, മഴയാണെന്ന് തോന്നുന്നു, മറ്റൊന്നുമല്ല, അവരെ ബുദ്ധിമുട്ടണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഞെട്ടിപ്പോയി. നേരത്തെ തന്നെ ആ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വന്നുകൊണ്ട് പ്രിയപ്പെട്ട റഫീഖ് എന്ന സഹോദരനെ പറ്റിയ റഫീഷു എന്ന സഹോദരൻ ഇങ്ങനെ ദീൻ കേൾക്കാനും ദീൻ പഠിക്കാനും ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ പോലും അങ്ങനെ നാട്ടിൽ നിന്ന് പോലും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ ഇൽമു പഠിക്കാൻ വേണ്ടി വരുമ്പോ മുസ്ലിമേ മുസ്ലിമത്തെ നമുക്കിടയിൽ അനൈക്യം പാടില്ല, പരസ്പരം സ്നേഹം വേണേ, സൗഹാർദ്ദം ഉണ്ടാകണേ. കാരണം മരിച്ച മണ്ണോട് ചേർന്നാൽ പോലും നമ്മുടെ അമലുകളെ സ്വീകരിക്കണമെങ്കിൽ പരസ്പര സ്നേഹ സൗഹാർദ്ദം അനിവാര്യമാണ്, അനിവാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അവസാന സമയം തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്തി നിൽക്കുമ്പോ മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്നത്, യബ്ന ആദം ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ലൗം. ആദമിന്റെ പൊന്നുമോനെ, ആദമിന്റെ പൊന്നുമോളെ, നിന്റെ നാവിന് എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടി? വമാ അസ്കതഹുൽ ലൗം, നിന്റെ നാവ് കൊണ്ട് എന്താണ് ഇന്ന് അശക്തത പറ്റിയത്? നിന്റെ നാവിനെ അശക്തപ്പെടുത്തിയത് എന്താണ്? മറുപടി കൊടുക്കണേ മുസ്ലിമേ, മറുപടി കൊടുക്കണമെങ്കിൽ നമുക്കിടയിൽ സൗഹാർദ്ദമാണ്, സൗഹാർദ്ദ അന്തരീക്ഷം അനിവാര്യമാണ്, അനിവാര്യമാണ്. അല്ലാഹുവേ നീ അത് നിലനിർത്തണേ അല്ലാ, ഞങ്ങൾക്കിടയിലുള്ള ഐക്യം നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. പരസ്പര സ്നേഹ സൗഹാർദ്ദം അല്ലാഹു നിലനിർത്തി തരട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ.